Good morning, dear students. In this class, we will be discussing about the another classification of ratios. Already we have discussed about the liquidity ratios and solvency ratios. Now we will discuss about activity ratios. Activity ratios shows how effectively or efficiently a firm uses its available resources or asset. Okay. ഒരു ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് ആ ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് എത്ര എഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോസിനെയാണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്ടിവിറ്റി റേഷ്യോസ് ഓൾസോ നോൺ ആസ് ടേൺ ഓവർ റേഷ്യോസ് or efficiency ratios, performance ratios or asset utilization ratios. Okay, activities ratios indicate the efficiency of management in the use of resources both short term and long term. ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ആ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഷോർട്ട് ടേമും ആവാം ലോങ് ടേമും ആവാം. ഓക്കെ, the overall performance of a company is evaluated on the basis of its ability to make sales using minimum resources. ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ മിനിമം റിസോഴ്സസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ആക്ടിവിറ്റി റേഷ്യോസ് ഓൾസോ റിഫ്ലക്ട് ദ speed at which the assets are utilized and its effect on sales. Okay, how the activity ratios indicate the speed at which the resources are turned over or converted into cash. That means നമ്മൾ ഒരു റിസോഴ്സസ് ഈ ആക്ടിവിറ്റി റേഷ്യോസ് യൂസ് ചെയ്താൽ നമ്മുടെ റിസോഴ്സസ് നമ്മൾ സെയിൽസ് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഈ അസറ്റ് അല്ലെങ്കിൽ റിസോഴ്സസ് ആർ ടേൺഡ് അല്ലെങ്കിൽ ഫണ്ട്സ് ആർ ടേൺഡ് ഓവർ ടു സെയിൽസ് ഓർ ക്യാഷ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ ഒരു ആക്ടിവിറ്റി റേഷ്യോയുടെ വേറൊരു പേരെന്ന് പറയുന്നത് ടേൺ ഓവർ റേഷ്യോസ് എന്നാണ്. ഓക്കെ, then high turnover means there is better use of resources. That means the management efficiently use the funds for generating more sales. More sales means more profitability. Okay, then categories വരുന്ന സമയത്ത് മെയിനായിട്ട് 5 കാറ്റഗറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇങ്ങനെയുള്ള റേഷ്യോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. It should be noted that the turnover ratios are always expressed in number of times. That is, എപ്പോഴും നമ്മൾ റേറ്റ് ഓഫ് ടേൺ ഓവർ റേഷ്യോ കിട്ടുന്ന സമയത്ത് അത് നമ്മൾ നമ്പർ ഓഫ് ടൈമിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുക. Inventory turnover ratio. It is also known as stock turnover ratio. It creates a relationship between cost of goods sold and average inventory. Average inventory cost of goods sold തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുന്നത്. This ratio indicates whether the investment in inventory is within proper limit or not. അതായത് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെൻട്രിയിൽ നടത്തിയിട്ടുണ്ടാവും. അത് നമ്മൾ ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെൻട്രിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇൻവെൻട്രി ഉണ്ട് സ്റ്റോക്കും ഉണ്ട്. ഓക്കെ, ദ ഇൻവെൻട്രി ടേം ഈസ് ബോർഡർ ദാൻ ദ സ്റ്റോക്ക് ബിക്കോസ് സ്റ്റോക്ക് മീൻസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. whereas inventory means it includes all types of stock, that is stock of raw materials, work in progress, finished goods, consumable stores, spare parts. ഇതൊക്കെ എന്താണ്? ഇൻവെൻട്രീസ് ആണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഈ ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ ട്രേഡിംഗ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ആ കമ്പനിക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഫോർമുലയിലേക്ക് പോകാം. ഫോർമുലയിൽ എന്ന് പറയുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്.
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നമുക്ക് രണ്ട് ഫോർമുലാസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനിയിപ്പം ഗ്രോസ് പ്രോഫിറ്റിന് പകരം ഗ്രോസ് ലോസ് ആണെങ്കിൽ എന്തായിരിക്കും ഫോർമുല? സെയിൽസ് പ്ലസ് ഗ്രോസ് ലോസ്. ഓക്കെ, രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ രണ്ടാമത്തെ ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതാണ് രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി എന്താണ് ആവറേജ് ഇൻവെൻട്രി? ആവറേജ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അതാണ് ആവറേജ് ഇൻവെൻട്രി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇഫ് ഇൻ എ കേസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം യൂസ് ചെയ്തിട്ട് ആവറേജ് സ്റ്റോക്ക് കാണാം. ഇപ്പോൾ സെയിൽസ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം നമുക്ക് സ്റ്റോക്ക് എപ്പോഴും കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. This ratio is also known as merchandise turnover ratio. And inventory turnover ratio indicates how rapidly the inventories are converted into the sales. The speed at which the inventories are turned over to the sales. എത്ര സ്പീഡിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇൻവെൻട്രീസ് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്രത്തോളം സ്പീഡ് അല്ലെങ്കിൽ എത്രത്തോളം റാപ്പിഡായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം സ്പീഡിലാണ് ഓർഗനൈസേഷൻ്റെ ഇൻവെൻട്രീസ് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ആ സ്പീഡ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ടേൺ ഓവർ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Significance. This ratio is used to measure efficiency in inventory management. That means an organization, how effectively the management manages the inventory levels in an organization. അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് say 5 to 8 times indicates better efficiency in affecting sales. അതൊരു സാറ്റിസ്ഫാക്ടറി ലെവലാണ്. റേഷ്യോ ഓഫ് 8 times എന്നൊക്കെ വരുന്നത് ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽസ് ആണ്. ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. ഹൈ ടേൺ ഓവർ റേഷ്യോ മീൻസ് ദാറ്റ് ഈസ് 5 to 8 times indicates that better efficiency in സെയിൽസ് അല്ലേ, ബെറ്റർ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് ഹൈ ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Whereas a low turnover ratio indicates that inefficiency in inventory management. ഒരു വീക്ക് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ് ലോ turnover ratio സൂചിപ്പിക്കുന്നത്. That means the organization may be keeping too much of stock. Okay. It may be due to inferior quality of goods or poor selling lies or obsolete items. അതൊക്കെ ആയിരിക്കും അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോയിൽ വരുന്ന ഒരു ടേമാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ജനറലി സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ് അല്ലേ. നമ്മളിത് പറഞ്ഞു 5 to 8 times ആണെങ്കിൽ ഹൈ ടേൺ ഓവർ റേഷ്യോസ് ആണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്ക് ആ ടൈംസിൽ എക്സ്പ്രസ് ചെയ്തത് നമുക്ക് ഡേയ്സിലോ മന്ത്സിലോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് സ്റ്റോക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്തെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റിയിൽ ഇത് നമുക്ക് ഡേയ്സിലോ മന്തിലോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് number of days or months in an year divided by stock turnover ratios, that is in times. Okay, അതുകൂടാതെ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ ആൻ ഇയർ. അതും നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കിട്ടണം. ആ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കിട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ, സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് അല്ലെങ്കിൽ സ്റ്റോക്ക് വെലോസിറ്റി ഫൈൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ ആൻ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാം.
ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് നോക്കാം. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവെൻട്രി അല്ലെങ്കിൽ സ്റ്റോക്ക് എഫിഷ്യൻ്റ്ലി ആണ് യൂട്ടിലൈസ് ചെയ്തേക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് വെലോസിറ്റി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി സ്ലൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ മെഷേഴ്സ് ദ എഫിഷ്യൻസി വിത്ത് വിച്ച് ദ ഫേം യൂട്ടിലൈസ്ഡ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സ്ഡ് അസറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇറ്റ് ഷോസ് ഹൗ എഫക്റ്റീവ്ലി ആൻ ഓർഗനൈസേഷൻ യൂട്ടിലൈസ്ഡ് ഇറ്റ്സ് ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചറാണ്. It also indicates the adequacy of sales in relation to investment in fixed asset. ഫിക്സ്ഡ് അസറ്റും സെയിൽസും തമ്മിലുള്ള ഒരു റിലേഷനും കൂടി കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ് യൂസ് ചെയ്യാം. ഇനി ഫോർമുല എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ നെറ്റ് ഫിക്സ്ഡ് അസറ്റ് ആണ്. ഓക്കെ, അപ്പം നെറ്റ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആണ്. അതാണ് നെറ്റ് ഫിക്സ്ഡ് അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാൻ വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്. അതും കൂടി നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ്. കോസ്റ്റ് ഓഫ് സെയിൽ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ്. ഓക്കെ, it shows how efficiently the fixed asset of the business are utilized. എത്ര എഫക്റ്റീവ്ലി ആണ്, എത്ര എഫിഷ്യൻ്റ്ലി ആണ് ഓർഗനൈസേഷനിലെ ഫിക്സ്ഡ് അസറ്റ് യൂട്ടിലൈസ്ഡ് ചെയ്തേക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നത്. ഒരു ഫിക്സ്ഡ് അസറ്റ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് സെയിൽസോ പ്രോഫിറ്റോ മേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെയിൽസ് ഇസ് ഡിപ്പെൻഡ് ഹൈലി ഓൺ ഫിക്സ്ഡ് അസറ്റ് യൂട്ടിലൈസേഷൻ. ഫിക്സ്ഡ് അസറ്റിൻ്റെ യൂട്ടിലൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സെയിൽസ് ഉണ്ടാവുക. For knowing whether these fixed assets are effectively utilized or not, for that we will calculate fixed asset turnover ratio. നമ്മുടെ ഓർഗനൈസേഷനിലെ ഫിക്സ്ഡ് അസറ്റ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് നോക്കാം, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയ്ക്കുള്ളിൽ ഇറ്റ് ക്രിയേറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് സെയിൽസ് ആൻഡ് ഫിക്സ്ഡ് അസറ്റ്. നെറ്റ് സെയിൽസും ഫിക്സ്ഡ് അസറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയ്ക്കുള്ളിൽ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായിരിക്കും ആ റേഷ്യോ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ള റേഷ്യോ എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് അസറ്റ് ആയിരിക്കും, അല്ലേ? സോ we can say that fixed asset turnover ratio measures the efficiency with which the organization utilized its fixed asset for generating its own sales. Second formula explanation is that the numerator is cost of sales, അല്ലേ? കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് അല്ല നമ്മൾ യൂസ് ചെയ്തത്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. അതെന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് നമ്മൾ കോസ്റ്റിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് കോസ്റ്റ് മൈനസ് ഡിപ്രിസിയേഷൻ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫോർമുല ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് അസറ്റും, സെക്കൻഡ് ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് അസറ്റുമാണ്. നെക്സ്റ്റ് കമ്പോണൻസ് here is net sales and net fixed asset. Okay, we have already discussed what is net sales. Net sales means fixed asset after depreciation. Then fixed asset എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ദിസ് ഈസ് ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡു നോട്ട് എഫക്ട് ദ സെയിൽസ്. Significance. This ratio indicates how efficiently the fixed assets are utilized by the firm. Already നമ്മൾ ഡിസ്കസ് ചെയ്തു. This ratio indicates how efficiently the fixed assets are used by the organization. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ യൂസ് ചെയ്യുന്നത്.
and also this ratio is calculated in determining to what extent the investment in fixed asset has been achieving the objective of generating സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ്ഡ് അസറ്റ് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കാൽക്കുലേറ്റ് ചെയ്യാനും ഈ റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ നോക്കാം. ഹൈ റേഷ്യോ മീൻസ് better utilization of fixed asset. Lower ratio means underutilization of fixed asset.